പി ജയരാജൻ ഇക്കാര്യത്തിൽ നടത്തിയുള്ള പ്രതികരണം അത് വളരെ വ്യക്തമാണ്. അത് പി ജയരാജൻ്റെ മാത്രം പ്രതികരണമല്ല. പല ആളുകളും താങ്കൾ പറഞ്ഞ പോലെ മൗനമായിട്ടിരിക്കും. പക്ഷേ മൗനത്തിനകത്തുള്ള പ്രതിഷേധമുണ്ട്. നമുക്കറിയാം, ഈ സമയത്ത് കൂത്തുപറമ്പ് ഈ വെടിവെപ്പുണ്ടാകുന്ന സമയത്ത് പാർട്ടിയിലുണ്ടായിരുന്ന പല ആളുകളും, ഇപ്പോഴുള്ള NV ഉൾപ്പെടെയുള്ള ആളുകൾ, പല ആളുകളും അവിടുന്ന് മാറുന്നതിന് ഇത്തരം പല കാരണങ്ങളുമുണ്ട്. അന്നെടുത്തിരുന്ന നിലപാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാർട്ടി മറ്റൊരു വഴിക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രതിഷേധം ഒന്നുകിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോവുക, വിമർശകരായിട്ട് മാറുക, അതല്ലെങ്കിൽ പാർട്ടിക്കകത്ത് നിൽക്കുമ്പോഴും വിമർശനം ഉൾക്കൊള്ളുന്ന മനസ്സുമായിട്ട് നിൽക്കുക. അതൊക്കെ ഈ പി ജയരാജനോട് പുറത്തു വരുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മിണ്ടാതിരുന്നാൽ മതി. ഈ ഒരു നിയമനം സാങ്കേതികമായിട്ട് ഒരു തരത്തിലും നമുക്ക് ഇത് തെറ്റാണ്, നിയമവിരുദ്ധമാണ് എന്ന് പറയാൻ പറ്റാത്ത നിയമനമാണ് റവാഡയെ ഈ പോലീസ് ചീഫാക്കി നിയമിച്ചിട്ടുള്ളത്. കാരണം UPS കൊടുത്തിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ്, ആ ഷോർട്ട് ലിസ്റ്റിൻ്റെ 3-ൽ ഏത് ആളെ തീരുമാനിക്കാമെന്നുള്ളത് സർക്കാരിന് തീരുമാനിക്കാവുന്ന കാര്യമാണ്. അത് അവർ ചെയ്തു എന്ന് മാത്രം വിചാരിച്ചാൽ. പക്ഷേ എന്നിട്ടും ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് പി ജയരാജൻ അദ്ദേഹത്തിന് പരസ്യമായിട്ട് എതിർത്തൊന്നും പറയുന്നില്ല, സർക്കാരിൻ്റെ തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ അദ്ദേഹം അതിനിടയിൽ പറയുന്ന കാര്യങ്ങളിൽ പ്രതിഷേധത്തിൻ്റെ സ്വരമുണ്ട്. കാരണം കൂത്തുപറമ്പിലുള്ള രക്തസാക്ഷികളുടെ കുടുംബവും അതല്ലാത്ത ആ സമയത്തുള്ള ആളുകളും CPM പ്രവർത്തകരൊക്കെ, അവരുടെയൊക്കെ മനസ്സിൽ അക്കാലത്തെ കനലുണ്ട്. ആ കനലിൽ തീർച്ചയായിട്ടും റവാഡ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന അക്കാലത്ത് ഏറ്റവും, നമ്മൾ ഇപ്പോൾ അദ്ദേഹത്തെ ഈ പത്മനാഭൻ കമ്മീഷൻ വെള്ളപൂശിയോ അല്ലെങ്കിൽ പത്മനാഭൻ കമ്മീഷൻ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കിയോ എന്നുള്ളതല്ല പ്രശ്നം. പാർട്ടി വളരെ ശക്തമായിട്ട് അക്കാലത്ത് എതിർത്തിരുന്നത് അല്ലെങ്കിൽ വിമർശിച്ചിരുന്നത്, വളരെ രൂക്ഷമായ രൂപത്തിൽ പ്രതികരിച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഹക്കീമിൻ്റെ പേര് മാത്രമല്ല, ഹക്കീം ബത്തേരി മാത്രമാണ്, അദ്ദേഹമാണ് ഓർഡർ കൊടുത്തതെന്നുള്ള കാര്യം ആ സമയത്ത് ജീവിച്ചിരുന്ന ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ആളിൽപ്പെട്ട ആളാണല്ലോ ഞാനൊക്കെ. ആ സമയത്ത് ഹക്കീം ബത്തേരിയാണ് ഇദ്ദേഹത്തെ മാറ്റി നിർത്താമെന്ന് ഒരു CPM നേതാവും ഒരു CPM പ്രവർത്തകനും പറഞ്ഞിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും ഉയർന്ന, അദ്ദേഹം ട്രെയിനി ആയിരുന്നു എന്നുള്ളതെന്നല്ലോ പ്രശ്നം, റാങ്കിൽ ഏറ്റവും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് റവാഡ ചന്ദ്രശേഖരൻ. അദ്ദേഹം ഈ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതികരണം താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ MV രാഘവനെതിരെയുള്ള നീക്കം അദ്ദേഹത്തിൻ്റെ ജീവനെടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണോ സംശയിക്കാവുന്നതാണെന്നൊക്കെ രീതിയിൽ അദ്ദേഹം പറഞ്ഞല്ലോ. സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആര് ഉത്തരവിട്ടു ചാർജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫയർ ചെയ്യാൻ പറയുന്നതൊക്കെ ആരുടെ വായിൽ നിന്ന് വരുന്നുള്ളതല്ല. ആ സമയത്തും അതിനുശേഷവും അതിനെതിരെ റവാഡയുടെ ഭാഗത്തുനിന്ന് ഒരു സംസാരം ഉണ്ടായില്ല, ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനോടുള്ള രോഷം അവിടെയുള്ള CPM പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് DYFI പ്രവർത്തകർക്കുണ്ട്. അതിപ്പോഴുമുണ്ട്, കനലായി തന്നെ അത് നിലനിൽക്കുന്നുണ്ട്. അത് പക്ഷേ താങ്കൾ ചോദിച്ച പോലെ ഒരു പൊട്ടിത്തെറിയായിട്ട് ഇപ്പോൾ പോലീസ് ചീഫിനെ വെച്ചതിൻ്റെ പേരിൽ പൊട്ടിത്തെറിയായിട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഈ പ്രതിഷേധത്തിൻ്റെ ഒരു പ്രതികരണമാണ്, ഏറ്റവും വലിയ പ്രതികരണമാണ് ഈ വളരെ അതിനോട് ഒരു തരത്തിലും വിയോജിക്കാത്ത രൂപത്തിൽ ആണെങ്കിൽ പോലും പി ജയരാജൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇനി ഒരു കാര്യം കൂടി, ഈ പാർട്ടി, കണ്ണൂർ പാർട്ടി പ്രത്യേകിച്ച് പരുവപ്പെടുന്നുണ്ടോ ഈ സാഹചര്യവുമായിട്ടൊക്കെ പൊരുത്തപ്പെടാൻ? കാരണം ശ്രീ A. സജീവൻ, കണ്ണൂർ പാർട്ടിക്ക് ഇപ്പോൾ 2 അനുസ്മരണങ്ങളാണ് നടത്തേണ്ടി വരുന്നത്. ഒന്ന് കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിൻ്റെ അനുസ്മരണം, പിന്നെ ഈ പറയുന്ന MV രാഘവൻ്റെ ചരമദിനവും. അപ്പോൾ ഇത് രണ്ടും അവർക്ക് ചെയ്യേണ്ടി വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ റവാഡയുടെ നിയമനവുമായും അവർ പൊരുത്തപ്പെടുന്നു, അങ്ങനെയാണോ? എന്ന് വെച്ചാൽ CPMന് ഇപ്പോൾ റവാഡയ്ക്ക് ഈ പറയുന്നൊരു ട്രെയിനിങ് കിട്ടി, പുതുമുഖം എന്ന് പറയുന്നത് പോലെ ഇതൊരു പുതിയ അനുഭവമായി ഒരു പുതിയ ട്രെയിനിങ്ങിന് വിധേയമാക്കുകയാണോ കണ്ണൂർ CPMനെ പിണറായി? അല്ല, തീർച്ചയായിട്ടും ഇതിലൊരു വലിയ പ്രശ്നം വരുന്നത് ഇതാണ്. അന്ന് MV രാഘവനെ കുറിച്ച് പറഞ്ഞിരുന്നത് അദ്ദേഹം കൊലയാളി എന്നുള്ള രീതിയിലായിരുന്നു. പിന്നീട് സ്വാഭാവികമായിട്ടും MV രാഘവൻ പാർട്ടിക്ക് വിരുദ്ധനായിട്ട് മാറുന്നതിന് അദ്ദേഹം എടുത്ത നിലപാട്, ആ നിലപാടൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നീട് അതിൻ്റെ ആ രീതിയിലേക്ക് MV ഗോവിന്ദ മാഷ് പറയുന്നത് നമ്മൾ അടുത്ത കാലത്ത് കേട്ടതാണ്. മുസ്ലിം ലീഗിനെ കുറിച്ച്, മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഈ സാമുദായികമായി ചിന്തിക്കുന്ന മതേതര പാർട്ടിയാണ് എന്ന രീതിയിലൊക്കെ പറയുന്നത്. ഇതാണല്ലോ അന്ന് MV രാഘവൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ MV രാഘവൻ ആ സമയത്ത് മറ്റു രീതിയിൽ പറയുന്നു, അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നൊരവസ്ഥയുണ്ടാകുന്നു. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തോട് വിരോധം ഉണ്ടാകും. പിന്നീടുണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്, അദ്ദേഹം ഈ MV രാഘവൻ എന്ന് പറയുന്ന സഹകരണ വകുപ്പ് മന്ത്രിയല്ലല്ലോ ഈ പരിഹാരത്തിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമെടുത്തുള്ളത്.